വെഡ്ഡിങ് പർച്ചേസ് എന്ന് പറഞ്ഞത് രാവിലെ ഇറങ്ങിയത് ഇപ്പം ഇതേ രാത്രി ആവാനായിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ വെഡ്ഡിങ് ഡ്രസ്സ് തിരഞ്ഞു നടന്നെങ്കിലും ഞങ്ങൾക്ക് വേണ്ട ടൈപ്പ് കിട്ടിയില്ല. ഡ്രസ്സ് സെറ്റ് ആവാണ്ട് ഓർണമെന്റ്സ് നോക്കിയിട്ട് കാര്യമില്ലെങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ റെന്റൽ ഓർണമെന്റ്സ് തന്നെയാണോ ഷോപ്പിലൊക്കെ ഉള്ളത് എന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റെന്റൽ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി അഥവാ ഞാൻ വിചാരിച്ച മോഡലൊന്നും ഷോപ്സിൽ ഇല്ലെങ്കിൽ എനിക്ക് ഓൺലൈനിലെങ്കിലും പർച്ചേസ് ചെയ്യാം. ദുബായ് ആകാശം നോക്കൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലത്തെ ഏകദേശം മോഡൽസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ആശ്വാസമായത്. ചാച്ചു പറഞ്ഞു, നീ ഹെയർ അയച്ചിട്ടിട്ടും പിന്നെ ഇട്ടിട്ടും കൂടി ഒന്ന് നോക്ക്. കാരണം കല്യാണത്തിന്റെ ടൈമിൽ ഏത് ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. മേ ബി ചേഞ്ച് ചെയ്താലും. ആദ്യം ഞാൻ നെക്ക് പീസസ് ഇട്ട് നോക്കി, പിന്നെ ഞാൻ കമ്മലും കൂടി ഇട്ടു. അവസാനം നെറ്റിച്ചുട്ടിയും കൂടി വെച്ചപ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നി. അതുമാത്രമല്ല ആ നെറ്റിച്ചുട്ടി എനിക്ക് ചേരുന്നില്ല. അപ്പം ഈ രണ്ടെണ്ണം നോക്കാമെന്ന് കരുതി. ഫസ്റ്റ് വൺ എനിക്ക് ഇഷ്ടമായില്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ചുകൂടി ഇതിനോട് മാച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഷോപ്പ് വരുന്നത് SM-ന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. റെന്റൽ ഷോപ്സ് SM-ന്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. ഷോപ്പിന്റെ പേര് ഞാൻ മറന്നുപോയി. ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ്. എല്ലാം കൂടി വന്നപ്പോൾ ഹെവി ആയതുപോലെ തോന്നിയിട്ട് നെറ്റിച്ചുട്ടിയായി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നെറ്റിച്ചുട്ടി ഇല്ലാത്തതാണോ ഉള്ളതാണോ രസം? അന്ന് ഡ്രസ്സ് ഫിക്സ് ആക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഓർണമെന്റ്സും ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ബുക്ക് ചെയ്ത ഓർണമെന്റ്സ് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.